ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിമ്മിയാനിൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു പിസ്സയുടെ റെസിപ്പിയുമായിട്ടാണ്. ഒരു മാഗി വെച്ചിട്ട് നമുക്ക് പിസ്സ എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. മാഗിയും അതുപോലെ തന്നെ പിസ്സയും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് അല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോയാലോ? അതിനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ ഏകദേശം ഇവിടെ ഒരു 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ മാഗിക്കകത്ത് കിട്ടുന്ന നമ്മുടെ പാക്കറ്റ് ഇല്ലേ, മസാല പാക്കറ്റ്, ആ പാക്കറ്റ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 4 മാഗിയുടെ പാക്കറ്റാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിനാണ് ഞാനിവിടെ 2 കപ്പ് വെള്ളം എടുത്തിരിക്കുന്നത്. ആ 4 പാക്കറ്റും ഇതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ആ മസാല ആ വെള്ളത്തിലൊന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതും കൂടെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിന് മാഗി നൂഡിൽസ് ഇല്ലേ, അതാണ് ഇനിയും ചേർത്ത് കൊടുക്കുന്നത്. മാഗി നൂഡിൽസ് ഞാൻ ഇതുപോലെ 4 പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിനകത്തെ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി അതൊന്ന് ആ വെള്ളത്തിൽ കിടന്ന് നല്ലതായിട്ടൊന്ന് കുക്കായി വരണം. നമ്മൾ ഏകദേശം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് പെട്ടെന്ന് തന്നെ ഒന്ന് സോഫ്റ്റായി കിട്ടും. ഇപ്പം തന്നെ കാണുമ്പോൾ തന്നെ അറിയാം, ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കോൺഫ്ലോർ എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മാഗി ഒന്ന് നമുക്ക് സ്റ്റിഫായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം ചേർത്താൽ മതി. ഇനി അതിൻ്റെ ഒരു പച്ചമണം മാറുന്നിടം വരെ നല്ലതായിട്ട് ആ നൂഡിൽസിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം അതിൻ്റെ എല്ലാ ഭാഗത്തും അതൊന്ന് സ്പ്രെഡാവും. ഇനിയും ഈ നൂഡിൽസിനെ നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ പിസ്സ റെഡിയാക്കുന്നത് ആ പാത്രത്തിലോട്ട് മാറ്റണം. ഇനി ഞാനിപ്പോൾ അതിനെ ഒരു പാത്രത്തിലോട്ട് വേറൊരു പാനിലോട്ട് മാറ്റുകയാണ്. ആ പാനിൽ ഒരു സ്വല്പം ബട്ടർ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു സ്വല്പം ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. അതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇല്ലേ, അത് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ നല്ല ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. അതിൻ്റെ മുകൾഭാഗം നല്ലതായിട്ട് നമ്മളെപ്പോഴും പരന്നാണല്ലോ ഇരിക്കുന്നത്, അപ്പോൾ അതുപോലെ ഒന്ന് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 2-3 മിനിറ്റ്സ് അതൊന്ന് മൂടി വെക്കുക. ചെറു തീയിലാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. ഇനി ഈ നൂഡിൽസിനെ തിരിച്ചിടണം. അതിനായിട്ട് ഞാൻ ഈ നൂഡിൽസിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ആക്ച്വലി പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് തിരിക്കാവുന്നതാണ്. പക്ഷേ ഈ പാത്രത്തിന് ഭയങ്കര വെയിറ്റ് ആയ കാരണം എൻ്റെ കയ്യിൽ അത് നിൽക്കുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷമാണ് ഇനി അത് തിരിച്ചിടുന്നത്. ഞാനിപ്പോൾ അതൊരു പാത്രത്തിലോട്ട് ആ സെയിം പാനിലോട്ട് തന്നെയാണ് ഞാൻ തിരിച്ചെടുത്തിട്ടിരിക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പിസ്സ സോസ് സ്പ്രെഡ് ചെയ്യുക. ഞാനിവിടെ പിസ്സ സോസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും കൂടെ മിക്സ് ആക്കിയിട്ടാണ് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. എനിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് സ്പ്രെഡ് ചെയ്യുന്നത്. അതും ഇതുപോലെ തന്നെ ഈവനായിട്ട് സ്പ്രെഡ് ചെയ്യുക. എല്ലാ സ്ഥലത്തും അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ വെജിറ്റബിൾ പിസ്സയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി ആ സോസിൻ്റെ മുകളിലായിട്ട് ചീസാണ് സ്പ്രെഡ് ചെയ്യുന്നത്. മൊസറല്ല ചീസാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ്. ചീസൊക്കെ നല്ലതായിട്ട് നമ്മൾ ചേർക്കണം. അപ്പോഴാണ് ശരിക്കും ആ പിസ്സയുടെ ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ. ഇനി അതിൻ്റെ മുകളിലായിട്ട് ചേർക്കുന്നത് വെജിറ്റബിൾസ് ആണ്. ഓനിയൻ ഇതുപോലെ ഞാൻ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അത് നീളത്തിൽ വേണം ഒരു പീസായിട്ട് കട്ട് ചെയ്തിട്ടും ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ എല്ലാ ഭാഗത്തും നമ്മളതുപോലെ സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം ക്യാപ്സിക്കം ഇതേ ഒരു രീതിയിൽ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു കളർഫുള്ളിന് വേണ്ടിയാണ് ക്യാപ്സിക്കം റെഡും ഗ്രീനും ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് ചേർത്താലും മതി.
നമുക്കിതിന് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. അത് ഇന്ന വെജിറ്റബിൾസ് ഒന്നുമില്ല, എല്ലാ വെജിറ്റബിൾസും ചേർക്കാവുന്നതാണ്. കോണ് ചേർക്കാവുന്നതാണ്, മഷ്റൂം ചേർക്കാവുന്നതാണ്, അങ്ങനെ എല്ലാം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ചേർക്കുന്നത് ഇപ്പം ടൊമാറ്റോയാണ്. ഇതുപോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. ആക്ച്വലി ഈ ടൊമാറ്റോ വീട്ടിലുണ്ടായതാണ് കേട്ടോ. അപ്പം ഞാനിപ്പം ടൊമാറ്റോ പൊതുവെ മേടിക്കാറില്ല. ഒരു ഒന്നരാടം വെച്ചിട്ട് എനിക്കിപ്പം ടൊമാറ്റോ കിട്ടാറുണ്ട്. ഒരു 6-7 ടൊമാറ്റോ വെച്ച് ചെറുതാണെങ്കിലും കിട്ടാറുണ്ട്. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ടൊമാറ്റോയ്ക്ക് നമുക്കൊരു സന്തോഷമല്ല, നമ്മൾ പച്ചക്കറി കൃഷി ചെയ്തിട്ട് പറിക്കുമ്പോൾ. കണ്ട ഈ ഒരു സൈസിലാണ് എനിക്ക് ടൊമാറ്റോ വീട്ടിലുണ്ടായിട്ട് കിട്ടുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ചേർക്കുന്നത് മഷ്റൂമാണ്. മഷ്റൂം ഇല്ലെങ്കിലും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മഷ്റൂമൊക്കെ ചേർക്കുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റാണ്. എല്ലാം ഇതുപോലെ നല്ല ഈവനായിട്ട് വേണം സ്പ്രെഡ് ചെയ്യാനായിട്ട്. അപ്പോഴാണ് അതിൻ്റെ എല്ലാ ഭാഗത്തും എല്ലാം നമുക്ക് കഴിക്കുമ്പോൾ എല്ലാ പീസിലും നമുക്ക് എല്ലാം കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലായിടത്തും നമ്മളിതുപോലെ നല്ല ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഞാനിപ്പോൾ ചേർത്തത് ബ്ലാക്ക് ഒലിവും അതുപോലെ തന്നെ ഗ്രീൻ ഒലിവുമാണ്. ഇതൊരു കളർഫുള്ളിന് വേണ്ടിയാണ് 2 കളറിലുള്ളത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ ഒറിഗാനോയും ചേർത്ത് കൊടുക്കണം. ചില്ലി ഫ്ലേക്സ് കുറച്ചേറെ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോഴാണ്, അല്ലെങ്കിൽ നമുക്ക് ആ ചീസിൻ്റെ ഒരു മട്ടൽ വരും. അപ്പോൾ ചീസിൻ്റെ അത്ര ഒരു മട്ടൽ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിതുപോലെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. പിസ്സയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരെണ്ണമാണ് ഒറിഗാനോ കേട്ടോ. ഒറിഗാനോ ഇടുമ്പോഴാണ് പിസ്സയുടെ ഒരു ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി ലാസ്റ്റ് അതിൻ്റെ മുകളിൽ കുറച്ച് ചീസും കൂടി ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഇത് ശരിക്കും ഒരു പിസ്സയുടെ പെർഫെക്റ്റ് ലുക്കായല്ലേ. ഇനി ലാസ്റ്റായിട്ട് അതിലോട്ട് ചേർക്കുന്നത് 1 ടീസ്പൂൺ ഒലിവ് ഓയിലാണ്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അല്ലെങ്കിൽ അതിന് പകരം വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഒലിവ് ഓയിലാണ് ഒന്നും കൂടെ ടേസ്റ്റ്. ഇനി നമുക്കതൊന്ന് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാനായിട്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞു. നമ്മുടെ ചീസെല്ലാം നല്ലതായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാനിവിടെ മാറ്റുന്നത്, എനിക്ക് പിസ്സയുടെ ട്രേ ഉണ്ട്, അതിലോട്ടാണ് മാറ്റുന്നത് കേട്ടോ. നമ്മൾ എടുത്തിടുമ്പോഴും അത് മാഗിയാണെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. മാഗിയുടെ ബേസാണ് അടിയിലെന്ന് നമുക്ക് തോന്നത്തില്ല. അതിങ്ങനെ വിട്ടൊന്നും പോകത്തില്ല. കറക്റ്റ് ഒറ്റൊരു റൗണ്ട് ഷേപ്പിൽ നമുക്കത് കിട്ടും. ഇനി നമുക്കതിനെ കട്ട് ചെയ്യാം. ഒരു കത്തി ഉപയോഗിച്ചോ അല്ലെങ്കിൽ പിസ്സ കട്ടർ ഉപയോഗിച്ചോ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിതുപോലെ 4ആയിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. നല്ല അടിപൊളിയല്ലേ കാണാൻ. എപ്പോഴും നമ്മൾ മാഗി സിമ്പിളായിട്ട് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിലൊക്കെ ഒരു വെറൈറ്റിയാണ് ഇതുപോലെ ഉണ്ടാക്കുന്നത്. ഇത് വളരെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. എടുക്കുമ്പോൾ തന്നെ കാണാമല്ലോ, ഒറ്റ പീസായിട്ടല്ലേ വരുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഈ മാഗിയൊക്കെ മിക്കവാറും നമ്മുടെ എല്ലാവരുടെയും തന്നെ വീട്ടിൽ കാണുന്നതാണ്. അതുപോലെ തന്നെ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ. നല്ല അടിപൊളി പെർഫെക്റ്റ് ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആരെങ്കിലും പുതിയതായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടെ ഉണ്ട്. അതും കൂടി ഇനേബിൾ ചെയ്ത് വെക്കുമ്പോഴാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു. ബൈ.